കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. കടന്നു വന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവും വന്ദനവും അറിയുന്നു. ഇന്ന് ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ തുറന്നുള്ള സമയങ്ങൾ ശുശ്രൂഷിക്കും. അതിൽ നമ്മളിന്ന് വായിച്ച ഭാഗത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വെളിപ്പാട് കാണേ നാം ദൈവമക്കൾ എന്തൊരു പ്രത്യാശയാണ്, എന്തൊരു പ്രശംസയാണ് എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയത്. എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയത്. എന്താണ് ആ സ്നേഹം നമുക്ക് നൽകിയത്? നമുക്ക് വീട് തന്നിട്ടാണോ? നമുക്ക് കാറ് തന്നിട്ടാണോ? 25 കോടി രൂപ ബാങ്കിൽ തന്നിട്ടാണോ? അല്ല, ദൈവ മക്കൾ എന്നുള്ള ഒരു പദവി തന്നു. ഞാനൊരു ദൈവ മകനാണെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ഭാഗ്യ പദവി ലോകത്തിൽ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ഞാന് ദൈവമകനാണെന്ന് പറയുകയല്ല, ഞാനത് അനുഭവിക്കുകയാണ്. ആർക്കും പറയാം ഞാൻ നിങ്ങളുടെ ഒരു മകനാണെന്ന്. ഇവിടെ ഒരു കുട്ടി പറഞ്ഞെന്നാൽ നിങ്ങൾ പറയുക എൻ്റെ മകനാണെന്ന് പറഞ്ഞെന്നാൽ എനിക്കൊരു 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എൻ്റെ സ്വത്തൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. എൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ച യഥാർത്ഥ മക്കൾക്ക് മാത്രമേ ആ 50 ലക്ഷത്തിൻ്റെ സ്വത്ത് വിഭാഗിക്കപ്പെടുത്തുള്ളൂ. എന്തുണ്ടെങ്കിലും അങ്ങനെയുണ്ട്. അപ്പാ, ഞാനും മകനെ എന്നല്ലേ എന്നെ വിളിച്ചത്, അപ്പാ എന്നല്ലേ വിളിച്ചത്? നോ, അവിടെയല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ മക്കൾ എന്ന് നിങ്ങൾ പരിശോധിക്കണം. 2 മക്കളാണ് ഇന്ന് ഈ ഭൂമിയിലുള്ള 2 തരത്തിലെ മക്കൾ. ഒന്ന് ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും. വേറെ ഇടയ്ക്കുള്ള എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് ഭാഗ്യം തന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിശാചിന്റെ മക്കളല്ല. അതെ, പിശാചിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ ദൈവമക്കളും അല്ല. അപ്പൊ ദൈവമക്കളായിരുന്നു, പിശാചിന്റെ മക്കളായിരുന്നു. അതിന്റെ 3-ാം അധ്യായത്തിന്റെ നമ്മൾ 8-ാം വാക്യത്തിൽ വായിച്ചത് ഒന്ന് വായിച്ചേ. ഹലോ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇന്ന് നിങ്ങളെ തന്നെ വിധിച്ചാൽ മതി. ഞാൻ ദൈവത്തിന്റെ മകനാണോ പിശാചിന്റെ മകനാണോ? ഇതിനേക്കാൾ വലിയ ഭാഗ്യം നിങ്ങൾക്ക് ദൈവത്തിന് തരാനില്ല. അവിടെ പാപം ചെയ്യുന്നു. ഞാനത് വിവരിക്കാം കേട്ടോ, ഇപ്പൊ ആർക്കും കുറ്റബോധം വരരുത്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. വിവേകിന് കയ്യില്ലേ? കൊടുത്തോ. അപ്പൊ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. അപ്പൊ ദൈവത്തിന്റെ മക്കൾ ആരെയും എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല. ആ ഉറപ്പിൽ നിങ്ങളിൽ എത്ര പേര് ദൈവമക്കളാണെന്നൊന്ന് കരവേർത്തിക്കുക. എന്താണ് പാപം? പാപം ഒരു പ്രവൃത്തിയാണോ? വിശദീകരിച്ച് പറയേണ്ടതാണ്. നമുക്ക് കർത്താവിനെ കിട്ടുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്തട്ടെ ദൈവത്തിന്. പാപം മിസ്സിംഗ് ദ മാർക്ക്
അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റുക, മാറ്റിയ എന്ന മൂലപദത്തിൽ നിന്നാണ് പാപം വന്നിരിക്കുന്നത്. എന്താണ് ഈ സിദ്ധമാർഗം? അമ്പൈ എന്ന ആള് അമ്പൈ ചെയ്തപ്പോഴത്തേക്ക് കറക്റ്റ് പോയിന്റ് കൊണ്ടില്ല. അപ്പോൾ അതിന്റെ നോക്കുന്ന ആളെ വിളിച്ചു പറയും നിഷിദ്ധമാണ്, മാറ്റിയ ലക്ഷ്യത്തിലെത്തിയില്ല. എന്താ ലക്ഷ്യം? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? യേശു ക്രിസ്തു ഇവിടെ വന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ദൈവം ഒരു ലക്ഷ്യത്തിന്റെ ഉദ്ദേശത്തോടെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ലക്ഷ്യത്തോടെയാണ്. എന്താണ് ലക്ഷ്യം? ലക്ഷ്യം അറിയാവുന്ന കരം കേട്ടിക്ക് സ്വർഗത്തിൽ പോകാൻ അല്ലേ? ഇതാണ് പലരുടെ ചിന്ത, സ്വർഗത്തിൽ പോവുക. സ്വർഗം എന്താണെന്ന് അറിയത്തില്ല. ലക്ഷ്യം അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധയോടെ ചുരുക്കമായിട്ട് ഞാൻ പറയാം. ഞാൻ സ്ഥിരം എത്ര പറഞ്ഞാലും കേൾക്കാത്ത പൊട്ട പെണ്ണുങ്ങളെ കുറിച്ച് ബൈബിൾ പറയും. നിങ്ങൾ ബൈബിൾ പറയുന്നു പൊട്ട പെണ്ണുങ്ങൾ. അത് നമ്മളെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെയുണ്ടോ പൊട്ട പെണ്ണുങ്ങളുണ്ട്. എത്ര പറഞ്ഞാലും ഈ കേൾക്കുന്ന തോന്നും അപ്പുറത്തൂടെ പോകും. ലക്ഷ്യം തെറ്റുക, ഇതാണ് പാപം. അതൊരു പ്രവൃത്തിയല്ല. പാപം എന്ന് പറയുന്നത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഇത് തിരിച്ചറിയണം. ആ പദ്ധതി അറിയാതെ ജീവിക്കുകയാണ് നിങ്ങളെങ്കിലും ഞാനെങ്കിലും നമ്മൾ ദൈവമക്കളെന്ന് വെറുതെ പറയാം. ഞാനിവിടെ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു പ്രധാന ഭാഗമുണ്ട്. നമ്മളെ കുറിച്ച് കർത്താവിന് 3 പർപ്പസ് ഉണ്ട്. എത്ര പർപ്പസ് ഉണ്ട്? പറഞ്ഞേ. വിജയ് എന്ന് പറഞ്ഞേ. അറിയാമോ? ആ ലക്ഷ്യത്തിലാണോ? ആ ലക്ഷ്യം കണ്ടാണോ നാം യാത്ര ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ലക്ഷ്യത്തിൽ എന്താണെന്ന് ഇത് കഴിയാമോ? എന്താ ലക്ഷ്യം? ഞാന് 1000 വർഷം ഈ ഭൂമിയിൽ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ രാജാവായിട്ട് 1000 വർഷം ഭരിക്കാൻ പോകുക. ഹലോ, രാജാക്കന്മാരുടെ നടപ്പെങ്ങനെ ആയിരിക്കണം? രാജാവിന്റെ മകനാണല്ലോ ഞാൻ. അടുത്ത രാജാവായിട്ട് നമ്മളെ പ്രഖ്യാപിക്കാൻ പോവുക. ഇവിടെ തന്നെ നമ്മളെ രാജകീയ പൗരോഹിത്യമാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മളെ രാജാവാണ്. 1000 വർഷം ഞാനാണ് ഈ ലോകത്തെ ഭരിക്കാൻ പോകുന്ന. യേശുവിനോട് കൂടെ ഭരണകർത്താക്കളാണ് നമ്മൾ. 1000 ആണ്ട് ഭൂമി യെരൂശലേം കേന്ദ്രമാക്കിക്കൊണ്ട് യേശു ക്രിസ്തു മഹാരാജാവായി ഭരിക്കും. ഇതാണ് സുവിശേഷം. ആ ഭരണത്തിൽ യഹൂദന്മാർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കും. ദൈവരാജ്യം 1000 വർഷത്തെ ഭരണത്തിലുള്ള ദൈവരാജ്യം നമ്മുടേതല്ല. ആ ദൈവരാജ്യത്തിന്റെ ഭരണാധികാരികളാണ് നമ്മൾ. അവിടെ നമ്മളുണ്ട്. നമ്മൾ അവിടുത്തെ ഭരണാധികാരികൾ. 2, 1000 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കും? 1000 വർഷത്തിന് ശേഷം പിശാചിനെ ഒന്ന് അഴിച്ചുവിടും. 1000 വർഷം പിശാചിനെ പൂട്ടിട്ടിരിക്കുക, അവിടെ തുറന്നു വിടും. പിന്നെ 1000 വർഷത്തെ സദ്ഭരണത്തെ മറന്നു പോകത്തക്കവണ്ണം സാത്താനവന്റെ തന്ത്രങ്ങളുമായിട്ട് ശക്തിയോടെ വന്ന മുഴുവൻ ലോകത്തെയും വഞ്ചിക്കും, വശീകരിക്കും. യേശുവിനോട് പോരാടും. അതിനുശേഷം അവനെ പിടിച്ച് ഗന്ധക തീപ്പുകയിൽ തള്ളിയിടും. ഭൂമിയെ തീ കൊണ്ട് കത്തിയടിയുകയും അതിന്റെ പടികളും വെന്തുപോവുകയും ചെയ്യും. ഇതിന്റെ മുഖച്ഛായ മാറ്റം എങ്ങനെയാണെന്ന് കർത്താവിന് അറിയാം. ഈ ഭൂമിയുടെ ഇന്നത്തെ ശാപം കർത്താവ് മാറ്റിയിട്ട് ഹല്ലേലൂയ നിത്യത അവിടെ കൊണ്ടങ്ങോട്ട് ആരംഭിക്കും. പിന്നെ നിത്യജീവനാണ്. നമ്മുടെ ബൈബിളിന്റെ പ്രസംഗ വിഷയം ദൈവരാജ്യവും നിത്യജീവനുമാണ്. ബൈബിളിൽ യേശു നമുക്ക് തരാൻ വന്ന ഒറ്റ വിഷയമേ ഉള്ളൂ.
കടം മാറും, ബുദ്ധിമുട്ട് മാറുമെന്നല്ല. ബൈബിളിനകത്ത് ഒറ്റ വിഷയമേ ഉള്ള, ദൈവരാജ്യം, ദൈവം ഭരിക്കാൻ പോകുന്നു. അതിനുശേഷം നിത്യജീവൻ. എന്താ നിത്യജീവൻ? വെളിപ്പാട് പുസ്തകം 22:5 അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ വായിക്കാൻ പറ്റും. നിത്യതയിൽ, നിത്യജീവനിൽ നമ്മളെല്ലാവരും കൂടെ അവിടെ ചെന്നിട്ട് എന്താകും? കാറ്റുപോലെ നമ്മളോട് ഇങ്ങനെ ഒഴുകുകയും ഇങ്ങനെ നടക്കും. അങ്ങനെയാണ് നിത്യജീവൻ, നിത്യതയിൽ. അവിടെ നമുക്ക് ശരീരമുണ്ട്, അവിടെ നമുക്കൊരു കുടുംബമുണ്ട്, അവിടെ പ്രപഞ്ചം, ഗാലക്സികളിലൊക്കെ ദൈവത്തിന് പദ്ധതികളുണ്ട്. ഓരോ ഗാലക്സികളെയും ദൈവം സൃഷ്ടിച്ചത് ചുമ്മാതൊന്നുമല്ല, അതിന് പർപ്പസ് ഉണ്ട്. ആ ഗാലക്സികളിൽ മുഴുവനും ഭരണം നടത്തേണ്ട രാജാക്കന്മാർ, നിത്യതയിൽ ഒരു ഇറ്റേണൽ പർപ്പസ് നമ്മളെ കുറിച്ചുണ്ട്. നിത്യതയിൽ നമ്മൾ രാജാക്കന്മാരായിരിക്കും. ഇവിടെ ഇച്ചിരി പിടിയൊന്നും കഷ്ടപ്പെട്ടാൽ പോരാ. ഇവിടെ രാജാവായിട്ട് വിളിച്ചിട്ട് ഇത്രയും പദ്ധതികളാണ്. ഇത് തിരിച്ചറിയാതെ അതിന് തക്കവണ്ണമല്ല ജീവിക്കുന്നതെങ്കിൽ ഒരു രാജകുമാരൻ എങ്ങനെ ജീവിക്കണം? അടുത്ത രാജാവാകാൻ പോവുക. നിങ്ങളുടെ മകൻ അടുത്ത രാജാവാകാൻ പോകുക. എങ്ങനെയാ? അവൻ തോന്നിയ മാസം പോയി അപ്പുറത്ത് പോയി ചീട്ടും കളിച്ച് ഇപ്പുറത്ത് പോയി കള്ളും കുടിച്ച് നടക്കുമോ? അവന്റെ ശരീരം, അവന്റെ ബുദ്ധിമണ്ഡലങ്ങളിലെല്ലാം ഒരു രാജാവിനെ ഭരിക്കാൻ വേണ്ടുന്ന കഴിവുകൾ നേടിയെടുക്കും. ഇവിടെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും? കർത്താവിന്റെ ദാസൻ പറയുന്ന പോലെ ഒരു സങ്കീർത്തനവും വായിച്ച് പഴയ നിയമ പുസ്തകത്തിന്റെ ഒരു പ്രസംഗവും കേട്ട് ഞാൻ അങ്ങ് നടക്കുക. എന്നിട്ട് എന്തുവാ ലക്ഷ്യം? എന്തുവാ ലക്ഷ്യം? തെറ്റിപ്പോയി. ഒന്നാമത്തെ ലക്ഷ്യം ഇറ്റേണൽ പർപ്പസാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തേത്, നിങ്ങളെ കുറിച്ച് കർത്താവിന് ദൈവമക്കൾ പറഞ്ഞതുപോലെ എങ്ങനെ ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. എന്താണ് നിങ്ങളെ കുറിച്ച് സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയാമോ? എന്താണ് നിങ്ങളെ കുറിച്ച് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു പർപ്പസ്, ഒരു ഉദ്ദേശമുണ്ട്? ഒന്ന് പറയാമോ? ഇത് കണ്ടിട്ടില്ലേ? നീ പാപിയാണ്. നിത്യതയുടെ പ്രകാശനത്തിൽ ലക്ഷ്യമില്ലെങ്കിൽ നീ പാപിയാണ്. ഈ പ്രകാശനത്തിലാണോ ഇവിടെ ഓരോന്ന് ചെയ്യുന്നത്? രണ്ട്, എന്നെ കുറിച്ച് ഇവിടെ ഒരു പർപ്പസ് ഉണ്ട്. ഇത് കണ്ടിട്ടാണ് ഈ യുദ്ധം ചെയ്യുന്നത്, ഈ കഷ്ടം സഹിക്കുന്നത്, ഈ ഓട്ടമോടുന്നത്. ഇവിടെ എന്നെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. നിങ്ങളാരും ചുമ്മാതെ ഇങ്ങ് എല്ലാവരുടെയും കൂട്ടത്തിൽ ജനിച്ചു വന്നവരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇരമ്യാവ് ലോകത്തിൽ ജനിച്ചത് എന്തിനാ? ഇത് വായിച്ചേ ഇരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ. ഇരമ്യാവ് 1:5. ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാം. 1-ാം അധ്യായം 5-ാം വാക്യം. യെഹൂദാ രാജാവായി യോശിയാവിന്റെ മകനായ യെഹോയാക്കീമിന്റെ കാലത്തും യെഹൂദാ രാജാവായി യോശിയാവിന്റെ മകനായ സിദെക്കീയാവിന്റെ 11-ാം ആണ്ടിന്റെ അവസാനം വരെ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നത് എപ്പോഴാ? ഇരമ്യാവിനെ ജാതികൾക്ക് പ്രവാചകനാക്കി എപ്പോഴാ? ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്. അതെപ്പോഴാ? ഇവിടെയാണ് ദൈവിക പദ്ധതി തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യം. ഇരമ്യാവ് പറയുക, അയ്യോ ഞാൻ ബാലനല്ലേ, എനിക്ക് കഴിവുണ്ടോ? നീ എന്റെ 9-ാം വാക്യം വശം. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊടിപ്പാനും നശിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ വരികയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന് നമ്മളിൽ വെളിപ്പെടാനുള്ള ശുശ്രൂഷയ്ക്കൊരു സമയമുണ്ട്. നിങ്ങളിൽ ഞാനും ഒന്ന് മനസ്സിലാക്കണം, എന്നെ കുറിച്ച് ഒരു പ്രത്യേക പദ്ധതിയോടുകൂടിയാണ് ഇരമ്യാവിനെ ദൈവം അമ്മയുടെ വയറ്റിൽ ഉരുവാക്കിയത്. പദ്ധതിയോടുകൂടിയാണ്. യോഹന്നാനെ എന്തിനാ ഉരുവാക്കിയത്? യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്താനാണ് യോഹന്നാനെ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാൻ വരുന്നതിന്
ലോക സൃഷ്ടിക്ക് മുമ്പുള്ള ദൈവത്തിന്റെ പദ്ധതിയാണത്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ വേദപുസ്തകത്തിൽ വായിച്ചു നോക്കുന്ന യോസേഫിനെ എന്തിനാണ് ദൈവം പദ്ധതി ചെയ്ത് മിസ്രയീമിലേക്ക് അടിമയാക്കി അയച്ചത്? ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് മക്കളെ. നിങ്ങളെ കുറിച്ച് അവനൊരു പർപ്പസ് ഇല്ലടാ. എന്താണ് പർപ്പസ്? ഇച്ചിരി നേരം യൂട്യൂബ് കാണുന്നതാണോ പർപ്പസ്? എന്താ പദ്ധതി? എന്താ ഉദ്ദേശം? എന്താ? ഒരു ഡോക്ടർ ആകുന്നതാണോ? ഒരു എഞ്ചിനീയർ ആകുന്നതാണോ? ഒരു മാസം ഒരു 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്നതാണോ? അത് നിന്റെ പർപ്പസ്. കർത്താവിന്റെ പർപ്പസ് എന്താണെന്ന് ഇവിടെ നിന്നെ കുറിച്ച് പ്രത്യേകമായി തിരിച്ചു വെച്ചിരിക്കുന്ന, എഴുതി വെച്ചിരിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്. അത് കണ്ടെത്താൻ കഴിയാത്തൊരു വ്യക്തി ദൈവമകനെന്ന് പറയരുത്. ഹലോ, ഇന്നു മുതൽ ദൈവമകനെന്ന് പറയരുത്. ദൈവമകൻ ലക്ഷ്യമുള്ളവനാണ്. എന്താണ് എന്റെ ജീവിത ലക്ഷ്യം? എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത്? യേശു വന്ന് ക്രൂശിൽ രക്തം തന്നെ വീണ്ടെടുത്തതിന്റെ എന്നെ കുറിച്ചുള്ള സ്പെസിഫിക് പർപ്പസ് എന്താണ്? ഇത് നമ്മൾ കണ്ടെത്തണം, ചോദിക്കണം, കണ്ടെത്തും. അന്വേഷിച്ചാൽ കണ്ടെത്തും. 3, നമ്മളെ കുറിച്ചുള്ള പൊതുവായ ഉദ്ദേശം, എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഉദ്ദേശമാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഓരോരുത്തരിൽ നിന്നും ഓരോന്നാണ്. ഓരോരുത്തരിൽ നിന്നും ഓരോന്നാണ് ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത്. 3, ഒരു ഇറ്റേണൽ പർപ്പസ് പറഞ്ഞു. നമ്മൾ രാജാക്കന്മാരെ ഇവിടെ നമ്മൾ രാജാക്കന്മാരാണ്. 1000 നമ്മുടെ രാജാക്കന്മാരാണ്. നിത്യതയിൽ നമ്മുടെ രാജാക്കന്മാരാണ്. 2, എന്നെ കുറിച്ച് ഈ ശരീരത്തിന് ഒരവയവത്തിന് ഒരു പ്രത്യേക പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഞാൻ എൻ്റെ കണ്ണിന് പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശമാണ്, എൻ്റെ നാവിന് പ്രത്യേകമായ ഉദ്ദേശമാണ്, എൻ്റെ കൈകൾക്ക് പ്രത്യേക ഉദ്ദേശമാണ്. ഇതുപോലെ എന്നെ കുറിച്ച് അതെന്താ കണ്ടെത്തണം. ഈ കൈക്കറിയാം, വലത്തെ കൈക്കറിയാം വലത്തെ കൈയുടെ ജോലി എന്താണ്. ഈ തള്ളവരല്ലറിയാം തള്ളവരല്ല ജോലി. പക്ഷെ നമുക്കറിയത്തില്ല. എന്തിനാണ് ദൈവസഭയ്ക്കകത്ത് എന്നെ ആക്കി വെച്ചിരിക്കുന്നത്? എനിക്ക് നമുക്കറിയത്തില്ല. എന്നിട്ട് പറയുക ഞാൻ ദൈവവൈദ്യനാണ്, ഞാൻ ദൈവവൈദ്യനാണ്. എന്തുകൊണ്ട് വളർച്ച ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ഇടറിപ്പോകുന്നു? ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്. അത് ഞാൻ വിവരിക്കാതെ പോകുന്നു. 3ാമത്തെ പർപ്പസ്, ലോകം മുഴുവനും നമ്മളെല്ലാവരും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കണം. ഹല്ലേലൂയ. എനിക്ക് വീട് തന്നേ, എനിക്ക് മാള തന്നേ, കോള തന്നേ എന്നുള്ള സാക്ഷ്യമല്ല. യേശു എന്ത് ചെയ്തെന്നും യേശു എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തെന്നും, എങ്ങനത്തെ എന്റെ ആത്മാവിന് വേണ്ടിയിട്ട് എന്റെ നിത്യതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തെന്നും ലോകത്തിന് സാക്ഷ്യം വഹിക്കണം. സഹോദരന്റെ കാല് കഴുകണം. രാജാവിന്റെ ജോലി എന്താ? ഈ രാജാവിന്റെ ജോലി എന്താ? ഈ രാജാവിന്റെ ജോലി, ഇവിടെ നമ്മൾ രാജാക്കന്മാരാണ്. നമ്മുടെ ജോലി സഹോദരന്റെ കാല് കഴുകണം. എല്ലാവരെയും വിളിക്കണം. ഈ കൂട്ടായ്മയ്ക്കത്തൊന്ന് ചെയ്തു നോക്കിക്കേ. ഒന്ന് അറിഞ്ഞവന്റെ ദുഃഖം വന്നാൽ നോക്കി, അയ്യോ എനിക്ക് സമയമില്ല എന്ന് വെച്ചാൽ നീ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ പോലും ദൈവത്തിന് ദുഃഖം തോന്നും. സഹോദരന്മാരുടെ വേദന അറിയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് തറപ്പിച്ച് ഞാൻ എഴുതി ഒപ്പിടൂടെ. നിങ്ങളൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതിനെന്താ പാസ്റ്റർ, എനിക്ക് ജോലിയുള്ളത് കൊണ്ടല്ലേ? ആയിക്കോട്ടെ. മരണം വന്നാൽ നിങ്ങൾ ലീവ് എടുക്കുമോ? എടുക്കും. കല്യാണം വന്നാൽ നിങ്ങൾ ലീവ് എടുക്കുമോ? എടുക്കും. നടുവെട്ടിപ്പോയെന്നാൽ നിങ്ങൾ ലീവ് എടുക്കുമോ? എടുക്കും. ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടം സഹിക്കാനും കഷ്ടം സഹിക്കാനും എവിടെ വരെ പോവും? എത്ര മണിക്കൂർ ആശുപത്രിയുടെ ക്യൂ നിൽക്കുന്നത്? എത്ര മണിക്കൂർ ആശുപത്രി ക്യൂ നിൽക്കും? ഇവിടെ വന്ന് കാലം നീട്ടി നിരുന്നാ മതി. എന്റെ അവസ്ഥ എനിക്കല്ലേ പോലും മനസ്സിലാക്കും. നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല കുഞ്ഞെ, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. വെറുതെ പറയുക, നീ ദൈവ പൈതലല്ല. അങ്ങനെ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നേ പറയുന്നില്ല, ദൈവ പൈതലല്ല. ഹല്ലേലൂയ. മാസത്തിൽ ഒരു ദിവസം ലീവ് എടുത്തോണ്ട് പക്ഷേ നമുക്കൊന്ന് സുവിശേഷം പറയാമോ? എനിക്കൊരു 10 മിനിറ്റ് സുവിശേഷം പറയണം, നമുക്കൊന്ന് മൈക്കില് എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം. ഇല്ലേ, നീ ദൈവ പൈതലല്ല. പിന്നെ ആരുടെ പൈതല? ദൈവ പൈതലല്ല എങ്കിൽ പിന്നെ ആരുടെ പൈതല? പറയാതെ ഇത് തിരുത്തണം. ഒരൊറ്റ നിമിഷം കൊണ്ട് പിശാചിന്റെ മകനെ ദൈവമകനാകാൻ പറ്റും കേട്ടോ.
ഒരൊറ്റ നിമിഷം കൊണ്ട് പിശാചിന്റെ മകന് ദൈവമകനാകാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ചും പറ്റും. ഒരു ദൈവമകന് ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരാൾക്ക് പിശാചിന്റെ മകനാകാൻ പറ്റും. ഒരു ദൈവമകൻ അവനെന്നും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്താണ് ഞാൻ പറഞ്ഞു വന്നല്ലോ, ത്രിവിധമായിരിക്കുന്ന ഉദ്ദേശം നിങ്ങളെ കുറിച്ചുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ പർപ്പസ് എന്താണ്? ഇറ്റേണൽ പർപ്പസ്. ദൈവരാജ്യത്തിൽ നമ്മളായിരിക്കും. അന്നത്തെ യഹൂദനല്ല, ഇസ്രായേലിയരല്ല അവരുടെ ഭരണകർത്താക്കൾ. അവരവിടെ രാജ്യം കൊടുക്കുന്നതേ ഉള്ളവർക്ക്. നമ്മളാണ് ഭരണകർത്താക്കൾ. ഹല്ലേലൂയ. മാത്രമല്ല നിത്യതയിൽ നമ്മൾ ഭരണകർത്താക്കളാണ്. മൂന്നാമത്തെ പർപ്പസേ പറഞ്ഞു, എല്ലാവർക്കുമുള്ള പർപ്പസ് എന്താണ്? ഒന്ന്, ഞാനിവിടെ ഒരു പുരോഹിതനാണ്. പുരോഹിതന്റെ ജോലി എന്താണെന്നറിയാമോ? പുരോഹിതന്റെ ജോലി എന്താണെന്നറിയാമോ? ഭാവിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവവുമായിട്ട് നിരപ്പിക്കുന്ന ജോലിയാണ് പുരോഹിതന്റെ ജോലി. കഴിഞ്ഞ ആഴ്ച പുരോഹിതന്റെ ജോലി എത്രയുണ്ട്? നിന്റെ വീട്ടിൽ നീ പുരോഹിതനാണ്, നിന്റെ ജോലി സ്ഥലത്ത് നീ പുരോഹിതനാണ്, സമൂഹത്തിൽ നീ പുരോഹിതനാണ്. ഈ ദൈവരാജ്യത്തിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് ചിലരെ വലിച്ചെടുത്ത് കൊണ്ടുപോകേണ്ട ജോലി ചെയ്യണം. ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവമകനാണ്. ലക്ഷ്യമില്ല, പോയി ലക്ഷ്യം തെറ്റിപ്പോയി. എന്താണ് പദ്ധതി എന്ന് തിരിച്ചറിയുന്നില്ല. ഞാൻ വേഗത്തിൽ പോകട്ടെ. ദൈവമകൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഒന്ന്, പ്രാർത്ഥന ജീവിതം നിങ്ങൾക്കുണ്ടോ? ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ അവന് പൊതുവായിട്ട് അവനും അവന്റെ അപ്പനുമായിട്ട് ഒരു കൂട്ടായ്മ ബന്ധമുണ്ട്, അല്ലേ? അങ്ങനെ ഒരു ഫെലോഷിപ്പ് ഉണ്ട്. ഒന്നിച്ച് നടക്കുന്ന അനുഭവം, അവനോട് സംസാരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? നമ്മളങ്ങ് പറയും, കുത്തിയിരുന്ന് അരമണിക്കൂർ കരഞ്ഞു കൂടി കുറെ കാര്യങ്ങൾ പറയും. എന്നിട്ട് നമ്മൾ നമ്മുടെ ജോലിക്ക് പോകും. ഇതിനെ പ്രാർത്ഥനയെന്നൊന്നും നമ്മൾ സ്വയം വഞ്ചിക്കപ്പെടരുത്. അതിനെ പ്രാർത്ഥനയെന്ന് പറയരുത്. പ്രാർത്ഥന ഞാനും എൻ്റെ സ്വർഗീയ പിതാവുമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ റിലേഷനാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് വാക്കല്ല. പ്രാർത്ഥന ഹൃദയം പങ്കുവയ്ക്കലാണ്. എല്ലാം അതിലെടുക്കാൻ എനിക്ക് സമയമില്ല. പ്രാർത്ഥന ഞാൻ എൻ്റെ ഹൃദയം തുറക്കുന്നു, കർത്താവ് തന്റെ ഹൃദയം തുറക്കുന്നു. ഈ റിലേഷൻഷിപ്പില്ലേ, അവിടെ നിന്റെ ലക്ഷ്യം തെറ്റിപ്പോയി. ഒരു ദിവസം കുറഞ്ഞ 10 മണിക്കൂർ പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്ന സമയം. പൊതുവായ ഒരുപാട് പർപ്പസ് ഉണ്ട്. ഞാനിവിടെ പാപത്തിന്റെ മുമ്പിൽ രാജാവ്. പാപത്തിന്റെ മുമ്പിൽ മുട്ടിട്ടടിക്കുന്ന വ്യക്തി കോപം വന്നാൽ മുട്ടിട്ടടിക്കും. കോപം വന്ന് പറയാനുള്ളതെല്ലാം പറയും. ഇച്ചിരി കാര്യം മതി പിണങ്ങി, ഇച്ചിരി കാര്യം മതി, പിന്നെ മുഖത്ത് നോക്കത്തില്ല, പിന്നെ ചിരിക്കത്തില്ല. എന്നിട്ട് ഞാൻ രാജാവാണ്. ആരുടെ രാജാവ്? നീ നിന്റെ രാജാവായിരിക്കും. പാപത്തിന്റെ മുമ്പിൽ രാജാവാണ്. ലോകത്തിന്റെ മയത്വം, ലോകമയത്വത്തിന്റെ മുമ്പിൽ ലോകത്തെ ഭരിക്കേണ്ടവനാണ് നീ. പാപത്തെ ഭരിക്കേണ്ടവനാണ്. ചവിട്ടി മെതിക്കണം പാപത്തെ. പാപം നിന്റെ മുമ്പിൽ മുട്ടിയിട്ടടിക്കും. പാപത്തിന് നിന്റെ മുമ്പിൽ കർത്തൃത്വമുണ്ടോ? രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് പാപത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല. ലോകം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സുഖലോലുപത. ലോകസ്നേഹം എന്ന് എന്തുവാ? സുഖലോലുപത. ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? ഒരു കംഫർട്ട് സോൺ. എല്ലാം ഓക്കെ ആയി, കർത്താവ് എന്നെ നടത്തി, ഇനി വേണേ സുവിശേഷത്തിന് പോകാം. അങ്ങനെയാണ് യേശു പോയത്. കർത്താവിന്റെ അടുത്ത് സാത്താൻ വന്നിട്ട് പറഞ്ഞത് ഈ സുഖലോലുപത മുഴുവൻ നിനക്ക് തരാമെന്ന. ഈ കാണുന്ന മുഴുവൻ നിമിഷ നേരം കൊണ്ട് കാണിച്ചു. നൊടി നേരത്തിൽ കണ്ട് കർത്താവ് ക്ഷണ നേരത്തിൽ എല്ലാ കർത്താവിനെ കാണിച്ചു. മുഴുവൻ സുഖലോലുപത നിനക്ക് തരാം, ഇവിടുന്ന് സുഖിച്ചോ, ആനന്ദിച്ചോ. കർത്താവ് പറഞ്ഞു, അവനെ ആട്ടിപ്പായിച്ചു ശ്വാസിച്ചു വിട്ടു. എന്നെ നിന്റെ ദൈവത്തിന്റെ മുമ്പിലാണ് നിന്റെ സന്തോഷം. ഈ ലോകത്തിൽ ഒരു സന്തോഷം അവനില്ല. നമ്മൾ ലോകസ്നേഹം നമ്മളുണ്ടോ? ലോകസ്നേഹം എന്താ? ലോകസ്നേഹം സുഖലോലുപത. എങ്ങനെ? ബസ് കയറാം, വയ്യ പാസ്. പിന്നെ യാത്ര ചെയ്യാം, വയ്യ പാസ്.
വിചാരിക്കുന്ന ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് കഷ്ടം സഹിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ചിന്തിക്കാൻ എനിക്ക് വയ്യ. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുന്നെങ്കിൽ കഷ്ടം സഹിക്കാൻ തയ്യാറാകണം. ഈ വാക്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ ഒന്ന് വായിച്ചു. യോഹന്നാൻ 2:15 മുതൽ വായിച്ചു. ഇപ്പൊ നമ്മൾ വായിച്ച അധ്യായത്തിന്റെ യോഹന്നാൻ 2-ാം അധ്യായം എന്റെ പരിചയം വായിച്ചു. കണ്ടോ, എനിക്കിത് വിവരിക്കാൻ സഭയില്ല പ്രിയപ്പെട്ടവരെ, സഭയില്ല. എന്താന്ന് പറയുന്നതോ, ലോകത്തിലുള്ളതിനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ലോകത്തിലുള്ളതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ചിന്തിക്കുന്ന വ്യക്തി ഉണ്ണാനൊടുക്കാൻ വേണം. അത് ചിന്തിക്കാൻ കപ്പ വേണം, ഉണ്ണാനൊടുക്കാൻ വേണം, കയറി കിടക്കാൻ ഒരു പാർപ്പിടവും വേണം. പറഞ്ഞില്ലേ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഒത്തുറയിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ തത്രപ്പാട്, അതിനെയാണ് ലോകമയത്വം അല്ലെങ്കിൽ സുഖലോലുപത ആഗ്രഹിക്കുന്നു. മനസ്സിനകത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിന്റെ സുഖലോലുപതയാണ്. ദൈവത്തെ അറിയുന്നവൻ, ദൈവം എൻ്റെ പിതാവാണെങ്കിൽ ദൈവം എനിക്കൊരു സുഖ സമൃദ്ധമായ ജീവിതത്തെ എത്തില്ലേ? ഇതാണ് ഇന്നത്തെ പോപ്പുലർ പ്രീച്ചേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എങ്ങനെ ദുഷ്ടവചനങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെ ഇവിടെ യേശുവിന്റെ നിമിത്തം നീ നിന്ദിക്കപ്പെടുവാനും കഷ്ടം സഹിക്കുവാനും എല്ലാം ചവറന്നെണ്ണുവാനുമാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഇവിടെ നേടാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ അഥവാ എന്തെങ്കിലും നേടിയെന്ന് തോന്നിയാൽ അത് നഷ്ടമാണ്. നിന്റെ ജീവനെ ഇവിടെ നീ നേടാൻ വേണ്ടി ശ്രമിച്ചാൽ നീ അതിനെ കളയും. ഇവിടെ നീ എന്ത് നേടാൻ ശ്രമിക്കുന്നോ അത് നിനക്ക് നഷ്ടം. ഇവിടെ എന്തൊക്കെ നഷ്ടമാക്കും അതാണ് സ്വർഗത്തിലെ ദൈവത്തിന് ലാഭം. ഇവിടെ നഷ്ടം വരുത്തണം. എങ്ങനെ? ആരോഗ്യം നഷ്ടമാക്കണം, വേദന സഹിച്ചും കൊണ്ട് കൂട്ടായ്മയ്ക്ക് പോകണം. അവൻ വെള്ളിയാഴ്ച മറക്കുന്ന നീ ലോകസ്നേഹിയ, ചൊവ്വാഴ്ച കൂട്ടം മറക്കുന്ന നീ ലോകസ്നേഹിയ. നീ നിന്റെ സുഖലോലുപതയിലാണ് സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന നിങ്ങൾക്ക് ഭയങ്കര ജോലി തിരക്കുമാണ്. മാസത്തിൽ ഒരിക്കലാകാമല്ലോ. ഒരു സുവിശേഷ വേലയ്ക്ക് വരാൻ വയ്യാത്ത നീ പറഞ്ഞില്ലേ, വെറും ലക്ഷ്യം തെറ്റിപ്പോയ മനുഷ്യനാണ്. ദൈവം നിന്നെ തെരഞ്ഞെടുത്തതിനകത്ത് ദുഃഖിക്കുന്നു. ദൈവം നമ്മളെ ധാരാളം. ഞാൻ എൻ്റെ മക്കളെ വേഗത്തിൽ നിർത്തി. എന്താണ് കാരണം? ഒരു വാക്യം വായിച്ചോളെ. 1 തിമോത്തി 4-ാം അധ്യായം, 1 തിമോത്തി 4-ാം അധ്യായത്തിന്റെ 2 മുതൽ ഒന്ന് വായിച്ചിട്ട് ഞാൻ അങ്ങനെ നിർത്താം. അറിയാമെങ്കിൽ അങ്ങനെ കാണാതെ വായിക്കാവുന്നതാണ്. സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കാൻ ദൈവം സൃഷ്ടിച്ച പൂജ്യങ്ങളെ വർജിക്കണമെന്നും കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത്. സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ഏതാ വായിക്കുന്നത്? 2 Praise the Lord. Hallelujah. മോളെ 2 തിമോത്തി 4-ാം അധ്യായം, 2 തിമോത്തി 4-ാം അധ്യായത്തിന് 2 മുതൽ വായിച്ചു. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം
ഇതാണ് എന്റെ ജോലി. ഒരു സുവിശേഷകനെ, ഒരു ഇടയനോട് പറയാ, തിമോത്തിയോസിനോട് പറയാ, ഇത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ? എങ്ങനെയാണ്? വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം, സകല ദീർഘക്ഷമയുടെ ഉപദേശത്തിലൂടെ ശാസിക്കാം. ശാസിക്കുന്ന ഇഷ്ടമാണോ? ദൈവദാസനെ നിർത്തിയിരിക്കുന്നത് ശാസിക്കാണ്. തർജ്ജന ചെയ്യണം, തർജ്ജന ചെയ്യണം. കിടക്കുന്നവർ ഇട്ടു പോകരുത്. തർജ്ജന ചെയ്യുക, പ്രബോധിപ്പിക്കാം. എന്നിട്ട് 5-ാം വാക്യം വരെ അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ വെക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരികെയും ചെയ്യുന്ന കാലത്ത് കണ്ടോ? ഇതാണ് ഇന്ന് ഞാനിവിടെ കെട്ടുകഥയാണ് പറയുന്നെങ്കിൽ എന്താണ് കെട്ടുകഥ എന്ന് പറയുന്നത്? ദാവീദ് ഗോലിയാത്തിനെ കൊന്ന കാര്യം പറഞ്ഞ കെട്ടുകഥയാണ്, ചരിത്ര സംഭവമാണ്. ഇതിനെ ഊതിപ്പെരിപ്പിച്ച് നിന്റെ പ്രശ്നമല്ല, അത് അന്ന് ഇവിടെ നടന്ന സംഭവമാണ്. അത് പ്രസംഗിക്കപ്പെടുന്ന തെറ്റുമല്ല. പക്ഷെ ഇത് കേൾക്കാനാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ നമ്മുടെ ചെവി എന്തു പ്രശ്നം വന്നു വേണം. കെട്ടുകഥയിലേക്ക് തിരിയുന്ന കാലം വരും. ഇതാണ് പത്യോപദേശം പൊറുക്കത്തില്ല, ശാസന ഇഷ്ടമല്ല, തർജ്ജന ചെയ്യുന്ന ഇഷ്ടമല്ല. അവിടെ എന്ത് ചെയ്യും? കുഞ്ഞങ്ങിരിക്കും. അവിടെ എന്ത് ചെയ്യും? ഏകാഗ്രതയില്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന പത്യോപദേശം പൊറുക്കാതെ കർണരസമാകും. അതിപ്പോ എന്താണ്? പോയി സൂം മീറ്റിംഗ് ഉണ്ടല്ലോ, സൂം മീറ്റിംഗ്. കാരണം നിങ്ങളുടെ വല്ല വിലകൾ അവർക്കറിയാം. അവർക്ക് വചനത്തിന്റെ കൂടെ അറിവുകൾ പറയും, പങ്കുവെക്കും. നല്ല ദൈവദാസന്മാരാണ്. അവർ കുറച്ച് ആശ്വാസ വചനങ്ങളെ പറയും. നമുക്കത് കേട്ടപ്പോൾ നല്ല പ്രസംഗം. നമ്മുടെ ഭാഷ ആണെങ്കിൽ ഇടി സത്യത്തെ ചെവി കൊടുക്കാത്ത കർണരസമാകുമാറി എനിക്ക് വേണ്ടി ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും. എന്നിട്ട് ഞാൻ പിന്നെ പ്രസംഗം, നല്ല പ്രസംഗം അദ്ദേഹം പ്രസംഗിക്കുമ്പോഴത്തേക്ക് അപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കാൻ പറ്റിയ കാലമായത്. ഞാൻ പറയുന്നു, നിങ്ങൾ സൂം മീറ്റിംഗിൽ പങ്കെടുക്കണം. നിങ്ങൾ ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കണം. പക്ഷെ ജീവിക്കുമ്പോൾ തരുന്നതാണോ വേണ്ടത്? ആത്മാവിനെ സൗഖ്യമാക്കുന്നതാണ് വേണ്ടത്? നിങ്ങളെ ശാസിക്കുന്ന വചനമാണോ? തർജ്ജന ചെയ്യുന്ന വചനമാണോ വേണ്ടത്? അതോ ഒരു കുഴപ്പമില്ല, ഇപ്പൊ തന്നെ ഇതാ ഈ കാറ്റിവിടെ അടിക്കുകയാണെന്ന് പറയുന്ന, നിങ്ങൾക്ക് വേണ്ട ഒരു കാതിന് ഇമ്പം ഉളിർമ കിട്ടുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രസംഗകന്റെ വചനമാണോ വേണ്ടത്? അത് കേൾക്കുമ്പോ നമ്മളൊക്കെ കരയും, നമ്മളൊക്കെ തുള്ളിച്ചാൽ കുഞ്ഞെ നിന്റെ ദേഹി വഷളായിപ്പോയി, നിന്റെ ആത്മാവ് ചത്തുപോയി. ഞാനിവിടെ പറയാൻ വന്ന ഭാഗങ്ങൾ എനിക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സമയം ഞാൻ നിർത്തും. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് യാക്കോബ് ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പദം യാക്കോബിന്റെ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ വായിക്കണം. 3 മുതൽ വായിക്കുന്നത് വ്യഭിചാരിണികളായുള്ളവരെ. നമ്മളെന്ത് വ്യഭിചാരം? സഭയ്ക്കകത്താണ് വ്യഭിചാരം. സഭയോട് പറയുക. വായിച്ചേ, 3 പേർക്ക് വായിച്ചേ. വായിച്ചു 4:3 മുതൽ. കണ്ടോ? നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല. എന്നാൽ ജീവിതത്തിന്റെ ആവശ്യങ്ങളാണ് നിങ്ങൾക്ക് വലുത്, നിങ്ങളുടെ സുഖഭോഗങ്ങളാണ് നിങ്ങൾക്ക് വലുത്. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയായതുകൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. അവരെ കുറിച്ച് പറയാം, അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയാം. അറിയാതെ നമ്മൾ ദൈവത്തെ ശത്രുവായിട്ട് ചിന്തിക്കുക. ഇവിടെ ഇപ്പൊ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ ശത്രുവായി തീരാം. ദൈവത്തിന് ശത്രുക്കൾ എവിടെ? പുറത്തും ദൈവത്തിന് ശത്രുക്കളില്ല. ഒരു സന്താനമുണ്ട്, അവരൊക്കെ അറിവില്ലാത്തവരാ, ലോകത്തിലുള്ള അറിവില്ല. നമ്മൾ ദൈവത്തിന്റെ ശത്രുവായി തീരും. എന്താ കാരണം? ഇത് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെ കൊടുക്കും? ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകം ഇതിനകത്തില്ലാത്ത എന്തെങ്കിലും ഞാൻ പറയുന്നെങ്കിൽ നിങ്ങളെ നോക്കട്ടെ. ഇതാണ് സത്യം. ഈ പുസ്തകത്തിലുള്ളത് മുഴുവനും പഠിക്കേണ്ടതാണ്. അതല്ലാതെ
ഹല്ലേലൂയ. ഏലിയാവിന് അപ്പൻ കൊടുത്ത കാക്കയുടെ കാര്യമല്ല പഠിക്കേണ്ടത്, നല്ല കാര്യമാണെന്ന് കരുതും. കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് കാക്കയല്ല, പറഞ്ഞില്ലേ, ഏതെങ്കിലും അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. അതുകൊണ്ടാണ് കുഴപ്പമില്ല, ദൈവത്തിന് സ്തോത്രം. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ വചനമിത, ദൈവവചനം ഇതാണ്. വ്യഭിചാരിണികളായുള്ളവരെ രോഗസ്നേഹം ദൈവത്തോട് ശത്രുതയുണ്ടാക്കും. വല്ലാതെ യാചിക്കരുതേ, സൂക്ഷിച്ച് ദൈവമക്കൾ ലക്ഷ്യത്തോടെ പ്രാർത്ഥിക്കണേ. ഞാൻ മക്കളെ നിർത്തട്ടെ. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാണ് ദൈവമകനാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട്, ഞാൻ പിശാചിന്റെ മകനല്ല. നഷ്ടം വന്നാൽ ഇവിടുത്തെ 70 വർഷത്തെ 80 വർഷത്തെ ജീവിതമല്ല നഷ്ടം, നിശ്ചിത മുഴുവനുമാണ് നമ്മുടെ നഷ്ടം. അതുകൊണ്ട് ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം, പിശാചിന്റെ മകന്റെ ഒരു കാര്യം ഇന്നിപ്പോ ഞാൻ വായിക്കാൻ സമയമില്ല, പറഞ്ഞങ്ങ് പോകാം. ഒറ്റ കാര്യം യോഹന്നാൻ പറയുന്നത്, ഇപ്പൊ നമ്മൾ വായിച്ച യോഹന്നാന്റെ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വന്ന ഭാഗത്ത് അവിടെ പറയും, ദൈവത്തിന്റെ മക്കളാകണം, പിശാചിന്റെ മക്കളാകണം ഇതിനാൽ തെളിയുന്നു, നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ? സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലേ? നിങ്ങൾ ദൈവമകനല്ല, പിശാചിന്റെ മകനാണ്. ആരാ സഹോദരൻ? അമ്മ പ്രസവിച്ച മക്കളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അമ്മ പ്രസവിച്ച മക്കളെ കുറിച്ച് സ്നേഹം കൊടുക്കേണ്ടത് നിർബന്ധമാണ്. കാണപ്പെടുന്ന സഹോദരൻ എന്ന് പറയുന്ന സഭയ്ക്കകത്ത് ഈ സഹോദരനെ കാണാൻ നീ എത്ര കൊതിച്ചു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അടുത്തിരിക്കുന്നയാളോട് സ്നേഹമുണ്ടോ? നമ്മൾ പറയുന്നത് എനിക്ക് വെറുപ്പൊന്നുമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്കൊരു വെറുപ്പുമില്ല. സ്നേഹം ത്യാഗമുള്ളതാണ്. സ്നേഹിക്കുക നഷ്ടം സഹിക്കാനാണ്. സ്നേഹിക്കുന്നത് കഷ്ടം സഹിക്കാനാണ്. സ്നേഹത്തിന് ത്യാഗമില്ലെങ്കിൽ, സ്നേഹത്തിന് നഷ്ടമില്ലെങ്കിൽ, സ്നേഹത്തിന് കഷ്ടമില്ലെങ്കിൽ ഞാൻ സഹോദരനെ സ്നേഹിക്കുന്നില്ല. ഞാൻ സഹോദരനെ സ്നേഹിക്കുന്നെങ്കിൽ നഷ്ടം സഹിക്കണമെന്നാണ് പറയുന്നത്, ത്യാഗം സഹിക്കണം. ഈ സ്നേഹം എന്താ നമ്മൾ പറയുന്ന സ്നേഹം എന്നറിയോ? എനിക്കൊരു വെറുപ്പില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കള്ള പ്രാർത്ഥന കേട്ട് കർത്താവ് എന്ത് ദുഃഖിക്കുന്നുണ്ടെന്ന് അറിയാമോ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് വ്യാജമാണോ സത്യമാണോ ദൈവത്തിന് അറിയുന്നത്. ഞാൻ സഹോദരന് വേണ്ടിയിട്ട് നഷ്ടം സഹിക്കാൻ തയ്യാറാകുന്നു. ത്യാഗപൂർവകമായിട്ട് ആ മകൻ എന്നെ വെറുത്താലും ഞാൻ അവന് വേണ്ടിയിട്ട് ത്യാഗവും കഷ്ടവും. പ്രാർത്ഥിക്കാൻ എന്തെളുപ്പമാണ്. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു, ശത്രുക്കൾക്ക് വേണ്ടി, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ലേ പറയുന്നത്. നമ്മൾ ഈ യഹൂദന്മാരെ പോലെ പരീക്ഷന്മാരെ പോലെ ആകരുത്. ഇവിടെ എന്നെ ശ്രദ്ധിക്കണം, അല്പം ദൈവത്തിനൊന്ന് കേൾക്കാം. ഹല്ലേലൂയ. നഷ്ടം സഹിക്കാൻ, സഹോദരന് വേണ്ടി കഷ്ടം സഹിക്കാൻ, ത്യാഗം സഹിക്കാൻ മനസ്സില്ലാതെ നീയായി, നിന്റെ വീടായി, നിന്റെ ജോലിയായി, നിന്റെ കുടുംബമായി എന്നും പറഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യം തെറ്റിയവരാണ്. നിങ്ങൾ ദൈവപൈതലെന്ന് പറയുന്നത് വ്യാജമാണ്. നമുക്കൊന്ന് തിരുത്തണം. ഇന്ന് ഞാൻ നഷ്ടം സഹിക്കും, കഷ്ടം സഹിക്കും. സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഹല്ലേലൂയ. ഒരു ചെറിയ കാര്യം സഹോദരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാലോ, വേദനിപ്പിക്കുന്നുണ്ടായാൽ പിന്നെ വീട്ടിൽ പോകത്തില്ല, പിന്നെ സഹോദരനോട് മിണ്ടത്തില്ല, അവന് ചെയ്യുന്ന നന്മ മുടക്കി കളയും. നമുക്ക് സ്നേഹം പ്രവൃത്തി കൂടി, വാക്കിനാലുമല്ല നാവിനാലുമല്ല, പ്രവൃത്തി കൂടി തെളിയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ.